നമസ്കാരം. അപ്പം ഇന്ന് ന്യൂ ഇയറാണ്. 2026 ജനുവരി 1. കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അത് നമ്മൾ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം, പുതിയ നല്ല നാളുകൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഡിസംബർ 31, 2025 ഉപേക്ഷിച്ച് പുതിയ സന്തോഷവും സമാധാനവും പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നൊരു വർഷമാണ് 2026. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. പിന്നെ പുതിയ വർഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയ എന്താ പറയുക, ചിട്ട കൊടുക്കുമല്ലോ. നാളെ തൊട്ട് വ്യായാമം തുടങ്ങാം, പിന്നെ എല്ലാ ദിവസവും ഡയറി എഴുതാം. അങ്ങനെ ഓരോരോ ഇതുണ്ടല്ലോ, പുതിയ ചിട്ടകൾ. അതും ഈ വർഷവും വേണം. പുതിയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം, പിന്നെ നമുക്കറിയാവുന്ന നല്ല കഴിവുകളുണ്ടല്ലോ, പടം വരയ്ക്കാനും പാട്ട് പാടാനും. അതൊക്കെ കുറച്ചും കൂടെ അത് വളർത്താനും ഒക്കെ ആയിട്ടുള്ള പുതിയൊരു ശീലം തുടങ്ങാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. എല്ലാ ദിവസവും മെഡിറ്റേഷനും പ്രാണായാമവും യോഗയും വർക്കൗട്ടൊക്കെ ചെയ്യുക. അത് മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളുടെ ഹെൽത്ത് നമുക്ക് ഭയങ്കര ആവശ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2026 എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ. ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുമൊന്നും ഇല്ലാത്ത നല്ലൊരു വർഷമായി വരട്ടെ. ഒരുപാട് ആളുകൾക്ക് ഓരോ സ്വപ്നം കാണുമല്ലോ, ഈ വർഷം ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പണം സമ്പാദിക്കണം, യൂട്യൂബിൽ നിന്നാണെങ്കിലൊക്കെ. ആ പ്ലാനൊക്കെ മനസ്സിൽ വെച്ച് ചെയ്യുക. അതാണ് ഇപ്പം എന്താ പറയുക, നമുക്ക് ചെയ്യാവുന്ന കാര്യം. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില ഈ ഇതൊക്കെ വരുമല്ലോ, ഇങ്ങനെ 2025 പ്രോബ്ലം, 2026 പ്രോബ്ലം വയ്ക്കുകയും, അത് ഒന്നും മൈൻഡ് ആക്കണ്ട. കാരണം നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം സന്തോഷിച്ചും സമാധാനവും, പിന്നെ കഴിയുമെങ്കിൽ പ്രണയം, അതും നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. പ്രണയിക്കണം. നമ്മൾ പ്രണയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. എപ്പോഴും നമ്മൾ സന്തോഷിച്ചിരിക്കുക. കാരണം നമ്മളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതാകരുത്, മരിക്കുന്നതിൻ്റെ ഒരു തൊട്ട സമയം നമുക്ക് അത് എനിക്ക് ആയില്ല, എനിക്കൊരു കുറ്റബോധം തോന്നും. അതുകൊണ്ട് നമ്മൾ നന്നായി ജീവിതം എൻജോയ് ചെയ്യുക, നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, അത് ആ സന്തോഷം ഇതുപോലെ പങ്കുവയ്ക്കുക. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക. 2026 ഇനിയുള്ള വർഷങ്ങളിൽ പുതിയ പുതിയ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ചെയ്യുക. ഒരിക്കലും അലസതയും മടിയും വെച്ചിരിക്കാതെ. പിന്നെ നമുക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ഒരിക്കലും അത് പറയണ്ട. നമുക്ക് സന്തോഷമുള്ള നല്ല കാര്യം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷ ആശംസകൾ. 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ.